നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സ്പോർട്ടിനെ കുറിച്ചാണ്. അതായത് എക്സ്പോർട്ട് ബില്ലുകൾ, അതായത് ബില്ല് ഇൻവോയ്സ് നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ GSTR1 എൻട്രി ചെയ്യാം. അത് നമുക്ക് എങ്ങനെ മാനുവലായിട്ട് എൻട്രി ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതായത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പോർട്ടിൻ്റെ ഒരു കോപ്പി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഷിപ്പിംഗ് ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ എക്സ്പോർട്ട് കോപ്പി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതായത് എക്സ്പോർട്ട് ഇൻവോയ്സ് നമ്മൾ GSTR1 ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ വരിക. എന്നിട്ട് നിങ്ങൾ ഏത് പീരീഡിലാണോ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പീരീഡ് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഓഗസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഞാൻ ഓഗസ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്ന പീരീഡ്. എന്നിട്ട് ഇവിടെ സെർച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ഓൺലൈനിൽ വരിക. അപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്, അതായത് നിങ്ങൾക്ക് കൂടുതൽ ബൾക്കായിട്ട് ബില്ലുണ്ടെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഓഫ്ലൈനായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ നമുക്കിവിടെ 2-3 ബില്ലുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിപ്പയർ ഓൺലൈനായിട്ട് തന്നെ വരിക. പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ കാണാം, അതായത് നിങ്ങളിപ്പോൾ അത് B2B ഇൻവോയ്സ്, B2C ലാർജ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം 6A എക്സ്പോർട്ട് ഇൻവോയ്സ് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻവോയ്സ് നമ്പർ, അതുപോലെ ഇൻവോയ്സ് ഡേറ്റ്, പോർട്ട് കോഡൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എക്സ്പോർട്ട് കോപ്പിയിലേക്ക് നിങ്ങൾ ആ എക്സ്പോർട്ട് കോപ്പി നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിവിടെ എക്സ്പോർട്ട് കോപ്പി ഇവിടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് കോപ്പി ഓപ്പൺ ചെയ്താൽ കാണാം, നമുക്ക് കാണാം അവിടെ നമ്മുടെ പോർട്ട് കോഡ്, അതുപോലെ ഷിപ്പിംഗ് ബിൽ നമ്പർ, അതുപോലെ ഷിപ്പിംഗ് ബിൽ ഡേറ്റ്, ഈ കാര്യങ്ങൾ നമുക്കവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഇൻവോയ്സ് നമ്പറൊക്കെ നമുക്ക് നേരെ തൊട്ട് നെക്സ്റ്റ് പേജിലുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് താഴോട്ട് വരിക. അപ്പോൾ നമ്മൾ സെക്കൻഡ് പേജിലായിരിക്കും അധികവും നമ്മുടെ, അതായത് ഇൻവോയ്സ് നമ്പർ, അതുപോലെ ഇൻവോയ്സിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ ഷിപ്പിംഗ് ബിൽ ഓഫ്, അതായത് നമ്മൾ ഷിപ്പിംഗ് നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ ഷിപ്പിംഗ് ബിൽ ഡേറ്റ്, അതേപോലെ പോർട്ട് കോഡൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിന്ന് നിങ്ങൾ ഈ സെക്കൻഡ് പേജ് ഓപ്പൺ ചെയ്താൽ മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കിട്ടും. അതേപോലെ നമ്മളെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം എത്രയാണോ 1530 ക്വാണ്ടിറ്റിയാണ്. ഇവിടെ നമുക്ക് വിത്തൗട്ട് ടാക്സ് പ്രകാരമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മൾ വെജിറ്റബിളാണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ടാക്സ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $3060 നമുക്ക് വരുന്നത്. ടോട്ടൽ ഉണ്ടോ അവിടെ ഇൻവോയ്സ് വാല്യൂ $3060 വരുന്നത്. അതിന് നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ട് നമ്മൾ ഗുണിച്ച് കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടെ ടാക്സബിൾ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എൻട്രി ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, GSTR സൈറ്റിലേക്ക് വരിക. അപ്പോൾ ആദ്യം നമ്മൾ ഇൻവോയ്സ് നമ്പർ നമ്മൾ ആദ്യം എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻവോയ്സിൻ്റെ ഡേറ്റ്, അതുപോലെ പോർട്ട് കോഡ്, ഷിപ്പിംഗ് ബിൽ നമ്പർ, അതുപോലെ ഷിപ്പിംഗ് ബിൽ ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻക്ലൂഡിങ് ടാക്സ് ആണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡിങ് ടാക്സ് കൂട്ടി കാണിക്കണം. അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്തൊരായിട്ടാണെങ്കിൽ നമ്മുടെ ടാക്സബിൾ വാല്യൂവിനായിരിക്കും ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ ടോട്ടൽ ഇൻവോയ്സിൻ്റെ $, ഇൻറ്റു ആ എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് എക്സ്പോർട്ട് കോപ്പിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് ടോട്ടൽ വാല്യൂ കാണാം. നമ്മുടെ ഇൻവോയ്സ് വാല്യൂ $3060 ആണ്. അത് ഇൻറ്റു ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടിയ എമൗണ്ടാണ് നമ്മുടെ ടോട്ടൽ ടാക്സബിൾ വാല്യൂ. ഇവിടെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ടാക്സ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇൻവോയ്സ് വാല്യൂവും ടാക്സബിൾ വാല്യൂവും സെയിം തന്നെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ GSTലേക്ക് തന്നെ വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടാക്സ് ഇല്ല, വിത്തൗട്ട് ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ GST പേയ്മെൻറ്റ് ഇവിടെ ഈ കോളത്തിൽ നമ്മൾ വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കാണിക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടെ ഈ ഒരു എമൗണ്ട് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ 0 റേറ്റഡ് ആണ്. അപ്പോൾ 242,352 0 റേറ്റഡ് ആണെങ്കിൽ ടാക്സ് ഇല്ല. ഇനി താഴെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യണം. താഴോട്ട് വരിക, താഴെ വന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ബില്ലുണ്ടെങ്കിൽ ആ ബില്ലുകളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ HSN വൈസ് ഡീറ്റെയിലും അതുപോലെ ഡോക്യുമെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, GSTR1 ഫയൽ ചെയ്യണം. അപ്പോൾ എക്സ്പോർട്ട് കോപ്പി, അതായത് എക്സ്പോർട്ടിൻ്റെ ഇൻവോയ്സ് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. എന്തായാലും നന്ദി, നമസ്കാരം.